السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു കിടക്കുമ്പോൾ പുതിയതിൽ സന്തോഷിച്ച് ആർമാദിച്ച് തോന്നിയവാസം നടത്താനുള്ളവരല്ല നമ്മൾ. വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ഈ ലോകത്ത് നല്ല നിലയിൽ ഉള്ളവർക്ക് മാത്രമാണ് പരലോകത്ത് ശാശ്വതമായ വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ നമ്മൾ. നമ്മുടെ വിശ്വാസം മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന പ്രവാചകനാണ് എന്ന് വ്യക്തമായ തെളിവുകളിലൂടെ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് സൃഷ്ടാവായ അള്ളാഹു പറയുന്നതാണ്, നമുക്ക് അറിയിച്ചു തരുന്നതാണ്. ആ നിലയിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കിട്ടുന്ന സമയങ്ങളൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലും ആസ്വാദനങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് അതിനെ വിനിയോഗിക്കുക എന്നതല്ല നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇവിടെ കിട്ടുന്ന ഓരോ സമയവും ഓരോ സെക്കൻഡുകളും അത് എനിക്ക് പരലോകത്ത് ഉപകരിക്കുന്ന രൂപത്തിൽ ആയിത്തീരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കാര്യങ്ങൾ പറയുന്നത് അത് അള്ളാഹു അറിയിച്ചത് പ്രകാരമാണ്. വമാ യന്തിഖു അനിൽ ഹവ, തോന്നിയതുപോലെ തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നതല്ല, അള്ളാഹു അറിയിച്ചത് പ്രകാരം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്ത് അറിവുകൾ നൽകിയവൻ അള്ളാഹുവാണ്. ഊതീതു ജവാമിഅൽ കലിം, ഹ്രസ്വമായ സംസാരത്തിലൂടെ വിശാലമായ ആശയം അറിയിച്ച് തരാൻ പറ്റുന്ന സംസാര വൈഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നബിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മാത്രമേ മതത്തിൻ്റെ പേരിൽ നമുക്ക് പറയാൻ പറ്റുകയും ഉള്ളൂ. എന്തെങ്കിലും തോന്നിയത് പറയുന്നത് അത് മതമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നത് കാണാം, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് മതമാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ.
ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി വ്യക്തമായ തെളിവുകളിലൂടെ വിശുദ്ധ ദീനുൽ ഇസ്ലാം സത്യമാണെന്ന് ഉൾക്കൊണ്ട് ഈ ലോകത്തുള്ള ജീവിതം മാത്രമല്ല, ഇതിനു ശേഷം അനന്തമായ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അന്ധമായ വിശ്വാസമല്ല, കൃത്യമായ തെളിവുകളിലൂടെ നമ്മൾ അത് അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങളും നമ്മുടെ ഓരോ സെക്കൻഡുകളും നാം വിനിയോഗിക്കേണ്ടത് അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. തോന്നിയതുപോലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അതും ഇതും വിളിച്ചു പറയാനോ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താനോ നമുക്ക് ഒരിക്കലും അനുവാദമില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും സംശുദ്ധമായിരിക്കണം. ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും പ്രതികാര മനോഗതിയില്ലാത്ത, വളരെ സ്ഫുടമായ സംശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായിരിക്കണം നമ്മൾ. നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തിയും മറ്റുള്ളവരെ ആക്രമിക്കാനോ മറ്റുള്ളവരോട് മോശം രൂപത്തിൽ പെരുമാറാനോ ഉള്ളതല്ല. ആരുടെയെങ്കിലും അടുത്ത് നിന്ന് എന്തെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വിട്ടുവീഴ്ചയുടെ വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആരാണ് ശക്തൻ? മറ്റുള്ളവരെ മലർത്തിയടിക്കാൻ കഴിയുന്ന, അതിന് വലിയ കഴിവുള്ള ആളുകൾ. അവനെയല്ല ശക്തനായിട്ട് കണക്കാക്കേണ്ടത്. പിന്നെ ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു നിർത്തി മനസ്സിനെ അതിനനുസരിച്ചിട്ട് ആ ദേഷ്യത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ ശരീരത്തെ സമ്മതിക്കാതെ അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ, അവനാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവാൻ, അല്ലെങ്കിൽ നല്ല കഴിവുള്ളവൻ, ശക്തവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശക്തിയും അത് നമുക്ക് വിനിയോഗിക്കാൻ കഴിയുമെങ്കിലും മറ്റുള്ളവർക്ക് നേരെ അക്രമം കാണിക്കാനോ അവരെ അടിച്ചമർത്താനോ ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല. പരമാവധി സഹനത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എല്ലാവരോടും ബന്ധം കാണിക്കുക. ഇസ്ലാമിൻ്റെ വഴി അതാണ്. ആരെങ്കിലും നമ്മളോട് ബന്ധം മുറിച്ചാലും, പ്രത്യേകിച്ച് കുടുംബക്കാരോ മറ്റോ, നമ്മളവരോട് നന്മ ചെയ്താലും ചിലപ്പോൾ അവരെ അടുക്കൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പറ്റാത്ത പെരുമാറ്റമുണ്ടെങ്കിൽ ഞാനിനി അവരോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയല്ല ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ചില ബന്ധുക്കളുണ്ട്, അവരോട് നല്ല ബന്ധം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവർ അതിൽ നിന്ന് എന്നെ മുറിച്ചു കളഞ്ഞുകൊണ്ട്, ആ ബന്ധം മുറിച്ചു കളയാനാണ് അവർ ശ്രമിക്കുന്നത്. അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ വഉഹ്സിനു ഇലൈഹിം വയുസീഊന ഇലൈഹി, ഞാൻ അവർക്ക് നന്മ ചെയ്യും, പക്ഷേ അവർ ഇങ്ങോട്ട് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത് ഫകഅന്നമാ തുസിഫുഹുമുൽ മൽ. നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ നീ അവരെ ചൂടുള്ള വെണ്ണീർ ഭക്ഷിപ്പിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവർ നിന്നോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നിൻ്റെ അടുത്തുനിന്നും അങ്ങനത്തെ ചില പെരുമാറ്റങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതില്ലാതിരിക്കുമ്പോൾ അവർക്കത് വളരെ മോശമാണ്. നീ ഇതേ രൂപത്തിൽ തന്നെയാണ് പോകേണ്ടത്. നീ ബന്ധം മുറിക്കാനോ അവരോട്
നന്മ ചെയ്യാതെ അവരെ ആക്രമിക്കാനോ അവരോട് മോശപ്പെട്ട രൂപത്തിൽ പെരുമാറാനോ നീ നിൽക്കേണ്ടതില്ല. വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്. നീ നല്ല സ്വഭാവത്തിൽ ഇതേ സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്ന കാലത്തോളം നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടിക്കൊണ്ടേയുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, മൻ കളമ ഗൈദൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു സുബ്ഹാനഹു അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമത്തി ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ഷാ. ഒരാൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം കാരണത്താൽ അവരോട് ദേഷ്യം വരികയും ആ ദേഷ്യം അനുസരിച്ച് അവർക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ അവനിക്കുണ്ട്. എന്നിട്ട് പോലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൻ സഹനം കാണിച്ചാൽ നാളെ പരലോകത്ത് അവന് വലിയ പ്രതിഫലം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ മനസ്സ് വളരെ സംശുദ്ധമായിരിക്കണം, വളരെ ക്ലിയറായിരിക്കണം. അവരോട് എന്തെങ്കിലും അവരെ കുറ്റപ്പെടുത്തലും അവരെ ആക്ഷേപിക്കലും മറ്റുള്ളവരോട് മോശം രൂപത്തിൽ പെരുമാറലും ഇങ്ങനെയുള്ള ഒരു രീതിയൊന്നും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. പല സാഹചര്യങ്ങളും നമ്മുടെ അടുക്കൽ നിന്ന് പല പ്രവർത്തനങ്ങൾ നടത്താനും എതിരായി പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുകയും വിട്ടുവീഴ്ചയുടെ വഴി സ്വീകരിക്കുകയും വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ കുറഞ്ഞ ഒരു കാലഘട്ടം, ഓരോ ദിവസങ്ങൾ കഴിയും തോറും മരണത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൽ എന്തെങ്കിലും വലിയ സമ്പാദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ എങ്ങനെയെങ്കിലായിട്ട് വലിയ രൂപത്തിൽ ജീവിക്കുക, അത് മാത്രമാവാൻ പാടില്ല നമ്മുടെ ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിക്കാൻ, തൽക്കാലം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടുന്ന ഒരു സൗകര്യവും നിർഭയത്വവും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കെല്ലാം കിട്ടിയതുപോലെയല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാൾ രാവിലെ ആകുമ്പോൾ, നേരം വെളുക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ നിർഭയനാണ്, അവൻ്റെ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, അന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവനുണ്ടെങ്കിൽ പിന്നെന്താ പേടിക്കേണ്ടത്? അവനക്ക് ദുനിയാവ് മൊത്തം കിട്ടിയതുപോലെയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴും ഓരോ വർഷങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുമ്പോഴും നമ്മളൊക്കെ കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിരുന്ന വീഴ്ചകൾ അതൊക്കെ പരിഹരിച്ച് ഇനിയുള്ള കാലത്ത് ഞാൻ എല്ലാ നിലക്കും നല്ല രൂപത്തിൽ ജീവിക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇത്തഖുല്ലാഹ റബ്ബക്കും വസല്ലു ഖംസക്കും വസൂമു ഷഹറക്കും വഅദ്ദു സകാത അംവാലിക്കും വഅതിഉ ദാ അംരിക്കും തദ്ഖുലു ജന്നത റബ്ബിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇനിയുള്ള കാലം ഞാൻ എങ്ങനെയാവണം? ഇത്തഖുല്ലാഹ റബ്ബക്കും, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, വസല്ലു ഖംസക്കും, ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താതെ, വസൂമു ഷഹറക്കും, നോമ്പുകൾ നഷ്ടപ്പെടുത്താതെ, വഅദ്ദു സകാത അംവാലിക്കും, നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകൾ, സക്കാത്ത് പോലെയുള്ള ബാധ്യതകൾ അതൊക്കെയും നിർവഹിച്ച്, വഅതിഉ ദാ അംരിക്കും, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വഴിപ്പെട്ട് അങ്ങനെ വളരെ നല്ല നിലയിൽ ഞാൻ ജീവിക്കും എന്ന് ഒരാൾ പ്രതിജ്ഞയെടുത്ത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങൾ സുഖലോക സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശ്വാസം അത് നമ്മൾ മുറുകെ പിടിച്ച് ഈ ലോകത്ത് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമ്മൾക്കും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.